ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് തമ്പനിയിൽ കണ്ട മാതിരി പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഓർമ്മകളാട്ടെ ഈ കാണുന്നത്. കാരണം ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന പുഴയാണ്. ആ കളത്ത് എന്നും പോയിക്കൊണ്ടിരുന്ന പുഴയാട്ടാ. അപ്പോൾ പിള്ളേർക്കത് ഓർമ്മ വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് പുഴയിൽ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ പോയതാട്ടാ. പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് മാത്രമല്ല എനിക്കും. കാരണം നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഒന്നിൻ്റെ വേദന അറിയാം. അതുപോലെ തന്നെ ഇതും നഷ്ടപ്പെട്ടപ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുതൽ മനസ്സിലാവുന്നത്. അവിടെ പോയി ഇത്തിരി നേരം ഇരുന്നാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. പിന്നെ ഒരുപാട് കാടുകൾ മലകൾ ഒക്കെ ആയിട്ട് കുറച്ച് നേരം ചൂടത്ത് പോയി കഴിഞ്ഞാൽ നല്ല ശരീരം തണുത്ത് ഇങ്ങോട്ട് കയറിപ്പോരാം. ഞാൻ കുളിച്ചില്ല കേട്ടോ. അവർ കുളിച്ച് കഴിഞ്ഞിട്ട് അവർ മരത്തേക്ക് കയറാൻ വേണ്ടി പോണതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നല്ലോണം തണുത്തു. അപ്പം മതി എന്നും പറഞ്ഞ് ഞാൻ കയറ്റിയപ്പോൾ എന്നാൽ മരത്തേക്ക് കയറിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് വേഗം പോയിട്ട് വേഗം ഇറങ്ങി പോന്നു കേട്ടോ. കൂടുതൽ നേരമൊന്നും അവിടെ ഇരുന്നില്ല. അങ്ങനെ ചേച്ചി അവർ പിടിച്ച് ഇറക്കി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം നീന്തി. ഞാൻ കാല് വെള്ളത്തിലിട്ട് ഇരിക്കുക മാത്രമായിട്ട് ചെയ്തോളൂ. കാലിങ്ങനെ അടിച്ച് കുറച്ച് നേരം ഇരുന്നാൽ മാത്രമേ ഉള്ളൂ, വെള്ളത്തിലിറങ്ങിയില്ല. പണ്ടൊക്കെ ഞാനിവിടെ കുളിക്കാറുണ്ട്. കാരണം ഇന്ന് ഡ്രസ്സ് എടുക്കാണ്ടാണ് പോയത്. അപ്പം കുളിച്ചില്ല. അങ്ങനെ പുഴയിൽ കുറച്ച് നേരം ഇരുന്ന് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു ഞണ്ടിനെ കിട്ടി. അപ്പോൾ അതിനെ പുഴയിലേക്ക് തന്നെ തിരിച്ചു വന്നതായിട്ട് ഈ കാണുന്നത്. കുറച്ച് നേരം അവൻ കളിച്ചു. വിടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചത്ത് പോകുമെന്നും പറഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ വിടുകയാണ് ചെയ്തത്. ചൂണ്ടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മീൻ പിടിക്കാൻ. മീനൊന്നും പിടിച്ചൊന്നുമില്ല. പിടിച്ചില്ല എന്നല്ല, കിട്ടിയിട്ടില്ല. കാരണം ചൂണ്ടയുടെ കുളത്ത് കെട്ടിയത് ശരിയായിട്ടുണ്ടായില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ അതിനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. വെള്ളത്തിൽ കൂടെ പോയി ജീവിക്കട്ടെ അല്ലേ.